സൗദിയിൽ ജയിലിലുള്ള അബ്ദുറഹീമിന്റെ മോചനത്തിനായി ശേഖരിച്ചത് 47 കോടി രൂപയെന്ന് നിയമസഹായ സമിതി. വിവിധ അക്കൌണ്ടുകളിലായി ലഭിച്ച തുകയുടെ കണക്കാണിത്. റഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 34 കോടിക്കായി തുടങ്ങിയ ശ്രമത്തിൽ 47 കോടിയോളം രൂപയാണ് റഹീമിന്റെ മോചനത്തിനായി ശേഖരിച്ച ആകെ തുക. ആപ്പിന് പുറമെ ഡിജിറ്റൽ ഉൾപ്പെടെ പല അക്കൌണ്ടുകളിലായി വന്ന തുകകൾ കൂടി ചേർത്താണ് ഇത്. ഏകദേശം അതിലേറെ ഒരു 10-12 കോടിയോളം രൂപ നമുക്ക് എക്സ്ട്രാ അയച്ചു തന്നാണ് നമ്മുടെ ലോക മലയാളി സമൂഹം നമ്മളോട് സഹകരിച്ചത്. ഏകദേശം ഒരു 47 കോടിയോളം രൂപ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും അവർ അവതരിപ്പിക്കും. അതും ഇപ്പം പലരും അനാവശ്യമായി പുറത്ത് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വക്കീൽ ഫീസുകളും ചിലവുകളും കഴിഞ്ഞ് ബാക്കി വരുന്ന തുക എന്ത് ചെയ്യണമെന്നത് നാട്ടിലെ സഹായ സമിതി തീരുമാനിക്കും. റഹീമിന്റെ മോചനത്തിനായി അയച്ച തുക നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലാണ് ഉള്ളത്. അത് എംബസി അക്കൌണ്ടിലേക്ക് മാറ്റും. എംബസി ഇഷ്യൂ ചെയ്യുന്ന ചെക്ക് റിയാദ് കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ പേരിലായിരിക്കും. ചെക്ക് വക്കീലിന്റെയും എംബസി ഉദ്യോഗസ്ഥരുടെയും റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയുള്ള സിദ്ദിഖ് തുവൂരും ചേർന്ന് റിയാദ് ഗവർണറേറ്റിൽ സമർപ്പിക്കും. ഗവർണറേറ്റിൽ ഇവരെ അത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ വാദിഭാഗത്തിൻ്റെ വക്കീലിനെയും അവരുടെ അനന്തരാവകാശികളെയും അവിടെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ഒരു കരാർ സുൽഹുണ്ട്. അത് കരാർ ഒപ്പിട്ടതിന് ശേഷം ആ കരാറും അതുമായി ബന്ധപ്പെട്ട നടപടികളും തുടരുന്നതിന് വേണ്ടി കോടതിയിലേക്കാക്കും. ഈ കോടതിയിൽ നിന്നാണ് പിന്നീട് നമുക്ക് മറ്റ് നടപടികളിലേക്ക് പോകും. റഹീമിന്റെ മോചനത്തിന് കോടതി നടപടിക്രമങ്ങൾ തീരാൻ സമയമെടുത്തേക്കാം. കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ തീർക്കാനാണ് ശ്രമം. സമിതിയുടെ പേരിൽ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കും. നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം അബ്ദുറഹീം പുറത്തിറങ്ങട്ടെ എന്നുള്ളത് എനിക്ക് കാത്തിരിക്കുകയാണ്. കാരണം നമുക്ക് അതിനൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളെ ലക്ഷ്യം അബ്ദുറഹീം പുറത്തിറങ്ങുക എന്നുള്ളത്. സൗദിയിലെ നിയമങ്ങളിലെ സുതാര്യത അറിയാത്തവരാണ് കേസിൽ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത്. എംബസി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നേരിട്ടാണ് പണമിടപാടുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകയെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മീഡിയ 1 റിയാദ്.